ഇന്ന് വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ നോക്കുന്നത് കേരളത്തെയോ അല്ലെ ഇന്ത്യയുടെയോ കോണ്ടംപററി തിയേറ്ററാണ്. പുതിയ സംരംഭങ്ങളാണ് നാടകത്തിലോ സിനിമയിലോ ഒക്കെയുള്ള. കുറേ റിസർച്ച് സ്കോളേഴ്സ് വരാറുണ്ട് ഫ്രാൻസിൽ നിന്നും ഒക്കെ. ഒരാൾ രജനീകാന്തിന്റെ മൂവീസിനെ കുറിച്ചിട്ട് ആണ് ഒരു ലേഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. കമേഴ്ഷ്യൽ തിയേറ്ററുമായിട്ട് ഇപ്പം നമ്മൾ നല്ല ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമ അല്ലെ ഗ്രാജുവേറ്റ്സ് അഭിനയിക്കാൻ പോകുന്നുണ്ട്, കമേഴ്ഷ്യൽ തിയേറ്ററിൽ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അമേച്ചർ തിയേറ്ററിൽ പ്രൊഫഷണൽ തിയേറ്റർ മാറുന്നുണ്ട്, ക്ലാസിക്കൽ തിയേറ്റർ മാറുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇൻഡിജിനസ് അല്ലെങ്കിൽ നാടൻ കലാരൂപങ്ങൾ, നമ്മുടെ റിച്വൽ രൂപങ്ങളൊക്കെ തന്നെ മാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. അത് സ്വാഭാവികമായ മാറ്റമാണ്. അതേപോലെ നമ്മൾ എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ഉണ്ട്. അത് നിരന്തരമായിട്ട് അവർ റീച്ച് സം പോയിന്റിൽ എന്ന് പറഞ്ഞാൽ റീച്ചിങ് പോയിന്റ് ഒന്നോ അല്ലെങ്കിൽ ആ നമ്മൾ എക്സ്പെരിമെൻ്റൽ തിയേറ്റർ പല രീതിയിൽ പലവരും ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എത്തുന്നു എന്ന് പറയുന്നതിലായിരിക്കും ചിലപ്പം റിയൽ പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയാവുന്നത്. പ്രൊഫഷണലിസം അച്ചീവ് ചെയ്യുന്നിടത്ത് തിയേറ്ററിൽ ഇന്ന് കോണ്ടംപററി തിയേറ്ററിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വൈവിധ്യമായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം വളരെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ പല രീതിയിലുള്ള നാടക പ്രവർത്തനം നടത്തും. നാടക പ്രവർത്തനം എന്ന് പോലും പറയാൻ പറ്റില്ല. ഇപ്പം പെർഫോമൻസ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പം നമ്മൾ തിയേറ്ററിനെ കാണേണ്ട അല്ലെങ്കിൽ തിയേറ്ററിനെ എങ്ങനെ നമ്മൾ നോക്കണം എന്നുള്ളത് വളരെ വ്യത്യാസമാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് തിയറൈസ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ വെറുതെ പ്ലേ ചെയ്തു പോകുന്ന ഒരുപാട് തിയറീസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല തിയറീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തിയേറ്ററിൽ. പല സ്ഥലത്തും പെർഫോം ചെയ്യുന്ന സമയത്ത് ഇന്നത് പാടില്ല അല്ലെങ്കിൽ ഇന്നത് പാടില്ല, നമുക്ക് ചിലത് ഓപ്പൺ. ഞാനൊരു സൗണ്ട് ക്ലിപ്പിംഗ് ഉപയോഗിച്ചിരുന്നു എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പ്ലേയിൽ. അത് ഒറിജിനൽ അബൌട്ട് സം ബിഗ് പേഴ്സൺ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. സോ അത് പക്ഷേ ഒരു സ്ഥലത്ത് കളിച്ചു, 2 സ്ഥലത്ത് കളിച്ചു, 3 സ്ഥലത്ത് കളിച്ചു, കുഴപ്പമുണ്ടായില്ല. ഒരു സ്ഥലത്ത് കളിച്ച സമയത്ത് ദ പെർട്ടിക്കുലർ പാർട്ടി വാസ് ഹാവിങ് എ മീറ്റിംഗ് ടു ലൈക്ക് stop the play and maybe handle us in a different way. നമുക്കൊരു സ്പേസ് ഇല്ല എന്നുള്ളത് വലിയൊരു ഇഷ്യൂവാണ്. പെർഫോം ചെയ്യാൻ നല്ലൊരു ഓഡിറ്റോറിയങ്ങളില്ല, നല്ല റിഹേഴ്സൽ സ്പേസ് ഇല്ല. അപ്പം ഓരോ ഗ്രാമങ്ങളിലും പണ്ട് വായനശാലകളൊക്കെ ഉപയോഗിച്ചിരുന്നു, ഓരോ ക്ലബ്ബുകളുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഇതില്ല. പക്ഷേ നമുക്കിന്നിപ്പോൾ ഓരോ ഗ്രാമങ്ങളിലും ഒരു റിഹേഴ്സൽ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത് നാടകത്തിന് മാത്രം ആവണമെന്നില്ല. നാടകത്തിനാവാം, ഡാൻസിനാവാം, ഒരു ചർച്ചകൾക്കാവാം, പെയിന്റിങ് എക്സിബിഷൻ നടത്താനാവാം. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു പോളിസി മേക്കിങ്ങിൽ തന്നെ വരണം, ബജറ്റിൽ വരണം. എപ്പോഴാണ് നാടകം എന്ന ഒരു മാധ്യമത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതാണ് എൻ്റെ കോളിംഗ് എന്ന് സാറിന് തോന്നി അതിലേക്ക് തുടങ്ങി? നാടകം അക്കാഡമിക്കായിട്ട് നാടകം പഠിക്കണം, തിയേറ്ററിലൊരു ഡിഗ്രി എടുക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഗ്രാജുവേഷൻ ടൈമിലാണ്. പക്ഷേ തിയേറ്ററുമായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ, ഒരു തിയേറ്ററിനോട് വളരെയധികം ഒരു പാഷൻ തോന്നിയത് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെയാണ്. കാര്യം അച്ഛൻ അത്യാവശ്യം അഭിനയിക്കുമായിരുന്നു, അങ്കിൾ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ പണ്ട് കൊണ്ട് നടക്കുമായിരുന്നു ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ അല്ലെങ്കിൽ സ്ട്രീറ്റിലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ നാടകം കാണാൻ. അങ്ങനെ കുട്ടിക്കാലത്ത് നാടകത്തിൽ സ്കൂളിൽ ചില സ്കിറ്റുകളൊക്കെ അഭിനയിച്ചെങ്കിലും മിമിക്രി, മോണാക്ട്, ഫാൻസി ഡ്രസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്ലേ വലിയ അഡൾട്ട്സിൻ്റെ കൂടെ അച്ഛൻ കൊച്ചിൻ പോർട്ടിലായിരുന്നു. അപ്പോൾ കൊച്ചിൻ പോർട്ടിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കോമ്പറ്റീഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിൽ ഒരു പ്ലേയിൽ ഞാൻ ആക്ട് ചെയ്തു. അപ്പം ആക്ട് ചെയ്തപ്പം എനിക്കൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡും ഒക്കെ കിട്ടിയിരുന്നു. ഐ ഹാവ് 6 years then. അപ്പോൾ അതിൽ എങ്ങനെ അതൊരു പ്ലേ വിത്തിൻ എ പ്ലേ ആണ്. ഒരാൾ കുട്ടി നാടകം കാണുന്നതായിട്ടാണ്. എനിക്കൊന്ന് നാടകത്തെക്കാട്ട് പാവ കൂത്ത് നമുക്ക് അങ്ങനെയാണ്, ഒരു പാവക്കളി കാണുന്നതായിട്ടാണ്. അപ്പോൾ അതൊരു സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കഥയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ഈ കുട്ടി ഇടയിൽ പോയിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈ വില്ലനെ. അപ്പോൾ അത് നാടകത്തിലൊരു രംഗമാണ്. പക്ഷെ ഞാൻ റിഹേഴ്സൽ ടൈമിലേക്ക് ഞാനത് ശരിക്കും അടിക്കുമായിരുന്നു. കാര്യം ഞാൻ അത്ര ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ വില്ലനെ ഒരു ശരിക്കും അങ്ങോട്ട് ഇടിച്ചു. അപ്പം ഇത് ഒരു പാഠമാണ്, ആദ്യത്തെ ഒരു പാഠമായിരുന്നു എനിക്ക്. അച്ഛൻ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, അഭിനയിക്കുമ്പോൾ അത് നമ്മളങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ റിയലായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ കത്തിയെടുത്ത് കുത്തണം എന്ന് പറഞ്ഞാൽ റിയലായിട്ട് കുത്താൻ പറ്റില്ലല്ലോ. അതെനിക്കൊരു ആദ്യകാല പാഠമായിരുന്നു.
BSc സുവോളജിക്ക് ചേർന്ന സമയത്താണ് ഒരു കോളിംഗ് ഉണ്ടാവുന്നത്. എനിക്ക് മഹാരാജാസ് കോളേജിൽ, എറണാകുളത്ത് മഹാരാജാസ് കോളേജിലേക്ക് പോകണം. അവിടെ തിയേറ്റർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്, വർക്ക്ഷോപ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചേരുകയും അവിടെ നിന്നാണ് പിന്നെ ഒരു സീരിയസ് ആയിട്ട് തുടങ്ങിയത്. തിയേറ്റർ ആക്ടിവിറ്റി തുടങ്ങുന്ന ഏകദേശം അതാണ് ആ സമയത്താണ്, ഒരു ഏകദേശം ഒരു 91, 92, 94 വരെയൊക്കെ ഏകദേശം ഒരു 10, 25, 30 വർഷത്തോളമായി ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ഒരു 10, 25 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച്, അതായത് നാടകത്തിന്റെ എല്ലാതരം സാധ്യതകളും ബോധ്യപ്പെടുത്തി ഏതെങ്കിലും 1-2 അതിന്റെ ഭാഗമായതോ അല്ലെങ്കിൽ ഒരു പക്ഷേ ആസ് എ ഒരു പ്രേക്ഷകൻ എന്ന നിലയിലോ സാറിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും 1-2 ഉദാഹരണങ്ങൾ പറയാൻ, പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ മഹാരാജാസിൽ തന്നെ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഇത് തിയേറ്റർ ഗ്രാജുവേഷൻ കിട്ടുമോ ഒന്നും അറിയില്ല. പക്ഷേ പിന്നീട് ഞാൻ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലോകധർമ്മി എന്ന് പറഞ്ഞ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ട് എറണാകുളത്ത്. പ്രൊഫസർ ചന്ദ്രദാസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 2 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്തു കുറേ ഫെസ്റ്റിവൽസിൽ. അങ്ങനെയൊക്കെയാണ് ദിസ് ഈസ് സംതിങ് ടു ബി ലേൺഡ്, ഇത് പഠിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇതിൽ എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ തിയേറ്റർ പഠിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അങ്ങനെ അവിടെ പഠിക്കുന്ന സമയത്താണ് പിന്നെ പല തരം നാടകങ്ങൾ കാണുകയും തെരുവ് നാടകങ്ങൾ ഒരുപാട് ചെയ്യുകയും തമിഴ്നാട് മുഴുവനും തന്നെ യാത്ര ചെയ്ത് തെരുവ് നാടകങ്ങൾ കളിക്കുകയും ഭാഗമായിട്ട് ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമൊന്നും അല്ല. പക്ഷേ ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയാനേ ഉള്ളൂ. കാര്യം നമ്മളെല്ലാ ബാച്ചിലും ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെക്കേഷൻ ടൈമിലൊക്കെയാണ് കൂടുതൽ അങ്ങനെയുള്ള ഇത് ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന രീതിയിലാണ് പോയത്. പക്ഷെ അപ്പോഴാണ് എനിക്ക് ആ തിയേറ്ററിൻ്റെ ഒരു, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങളും അവരുടെ ഗ്രാമത്തിൽ അവരുടെ വീട്ടിൽ, നമ്മൾ മറ്റ് കളിക്കുന്നത് സിറ്റീസിലായിരുന്നു കൂടുതൽ, നഗരങ്ങളിൽ കൂടുതലും നമ്മൾ പറയുന്ന സ്ഥലത്ത് ഓഡിയൻസ് വരിക എന്നുള്ളതായിരുന്നു, അതായിരുന്നു ശീലം. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന അവരുടെ ഗ്രാമത്തിൽ, വളരെ റിമോട്ടായിട്ടുള്ള ഗ്രാമത്തിൽ പോവുകയും അവർക്ക് നാടകങ്ങളൊന്നും കണ്ടു പരിചയമില്ലാത്ത, നമ്മൾ തന്നെ വേറെ പല ഭാഷ സംസാരിക്കുന്നവരുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ളവരുണ്ട്, ശ്രീലങ്കൻ തമിഴിയൻസ് ഉണ്ട്, മലയാളികളായ ഒരു 2 പേരുണ്ടായിരുന്നു. പിന്നെ പോണ്ടിച്ചേരിക്കാരുണ്ട്, തമിഴ് സംസാരിക്കുന്ന തമിഴിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ ഏതോ ദേ ഫെൽറ്റ് ലൈക്ക് സം ഏലിയൻസ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് പിന്നെ നമ്മൾ അവരുടെ ഒരു സാഹചര്യം ഒക്കെ മനസ്സിലാക്കുകയും അവരുടെ നാടകങ്ങൾ അവരുടെ ആയിട്ട് എന്താണോ അവർക്ക് കൊടുക്കാനുള്ളത്, നമുക്കൊരു തീം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇന്നാണ് ഹെൽത്ത് റിലേറ്റഡോ അല്ലെങ്കിൽ അങ്ങനെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗവൺമെന്റ് പ്രൊപ്പഗാൻഡ. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് HIV AIDS ഉണ്ടായിരുന്നു, പിന്നെ മലേറിയ, ഫൈലേറിയ, ഇങ്ങനെയുള്ള എന്താ പറയാ, ഈ ശുചിത്വം നോക്കിയിട്ടില്ലെങ്കിൽ അസുഖം വരും എന്നുള്ള രീതിയിലുള്ള കുറച്ച് സീൻസ്. അപ്പോൾ ഞങ്ങൾ ഓൺ സ്പോട്ടൊക്കെ ആയിരുന്നു അന്ന്, അല്ലാണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറയണമൊന്നുമില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് മേക്കിംഗ്. അന്ന് ഈ തിയേറ്റർ മേക്കിംഗ് എന്നുള്ളൊന്നും പെർഫോമൻസ് മേക്കിംഗ് എന്നുള്ളൊരു സംഗതി ഒന്നും വന്നിട്ടില്ല. പക്ഷെ തെരുവ് നാട്ടിൽ നമുക്ക് എപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട്. യു മേക്ക് തിങ്സ് ഓൺ സ്പോട്ട്. അങ്ങനെയാണ് കൂടുതൽ നടക്കാറുള്ളത്. അപ്പൊ അങ്ങനെയായിരുന്നു എനിക്ക്, അതാണ് ചേഞ്ച് മീ. വർഷത്തിലാണ് സാർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തത്? സ്കൂൾ ഓഫ് ഡ്രാമ 2004 സിൻസ് ദെൻ അവിടെ ഒരു പ്രൊഫസറായിട്ട്. അതെ, അതിന് ഇടയിൽ കുറച്ച് സമയം ഞാൻ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കിട്ടിയിട്ട് US പോയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് അഗെയിൻ ഡെയിലി പ്ലേ കാണാൻ സാധിച്ചിരുന്നു. നോട്ട് ഓൺലി പ്ലേ, കോണ്ടംപററി ഡാൻസ് കാണാൻ സാധിച്ചിരുന്നു. അപ്പം അങ്ങനെ അത് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു കാണി എന്നുള്ള രീതിയിൽ ആ ഒരു അനുഭവം കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ, കാരണം എന്തൊക്കെയായിരുന്നു അവിടെ കിട്ടിയ എക്സ്പോഷർ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടി? ഇതൊരു ഫെലോഷിപ്പാണ് ആക്ച്വലി, വിസിറ്റിംഗ് ഫെലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് കുറേ മുമ്പ്, ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിന് മുമ്പ് ഞാൻ പോണ്ടിച്ചേരിയിൽ റിസർച്ച് സ്കോളറായ സമയം തന്നെ ഇത് കിട്ടിയതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് ലീവൊക്കെ സാങ്ഷനായി വരണ്ടേ, അത് കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇറ്റ് ഡിപ്പെൻഡ്സ്, ലൈക്ക് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലാണ്, അവർക്ക് ചിലർക്ക് ഡെസ്ക് ഉണ്ടാകും, ഒരു ഓഫീസ് ഉണ്ടാകും, ലൈക്ക് അവിടെ പോയിട്ട് ഫാക്കൽറ്റി പോലെ തന്നെയാണ്. എനിക്ക് ഫാക്കൽറ്റി ID കാർഡൊക്കെ ആയിരുന്നു, ബട്ട് ദെൻ I didn't have a desk or something like that. പക്ഷേ I was like auditing ചില കോഴ്സുകൾ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ സ്റ്റേജ് മാനേജ്മെന്റ് ഒക്കെ ഓഡിറ്റ് ചെയ്ത്, ഞാനിപ്പോൾ ഞാൻ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമ സ്റ്റേജ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നുണ്ട്. സോ അന്നത്തെ നോട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്.
ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ നൗ ആക്ച്വലി. അപ്പം അങ്ങനെ കുറേ കോഴ്സുകൾ ഞാൻ ഓഡിറ്റ് ചെയ്തു. അതേപോലെ കുറേ കോഴ്സ് ഞാൻ എടുത്തു. അത് അവരുടെ കരിക്കുലത്തിൻ്റെ പാട്ടല്ല, പക്ഷേ അബൌട്ട് ഇന്ത്യൻ തിയേറ്റർ, അബൌട്ട് ഇൻഡിജീനിയസ് തിയേറ്റർ ഇൻ ഇന്ത്യ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എടുത്തു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറേ സ്കോളേഴ്സ് ഓർ തിയേറ്റർ പ്രാക്ടീഷണേഴ്സ് വെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ. അവരൊക്കെ ഇവിടെയുള്ള ആർട്ട് ഫോംസിനെ പഠിക്കുകയും അത് അവരുടേതായ ഒരു തിയറിയോ അല്ലെങ്കിൽ ഒരു മെത്തേഡൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് അതേ ടെക്സ്റ്റാണ് ഞാനൊക്കെ PG പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ നോക്കുന്നത് കേരളത്തെയോ അല്ലെ ഇന്ത്യയുടെയോ കോണ്ടംപററി തിയേറ്ററാണ്, പുതിയ സംരംഭങ്ങളാണ് നാടകത്തിലോ സിനിമയിലോ ഒക്കെയുള്ള. കുറേ റിസർച്ച് സ്കോളേഴ്സ് വരാറുണ്ട് ഫ്രാൻസിൽ നിന്നും ഇവിടുന്നൊക്കെ. ഒരാൾ രജനീകാന്തിന്റെ മൂവീസിനെ കുറിച്ചിട്ട് ആണ് ഒരു ലേഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ നടന്ന തമിഴ് മലയാളം നാടകങ്ങൾ, എക്സ്പെരിമെന്റൽ നാടകങ്ങളെ കുറിച്ചിട്ട് വേറൊരു റിസർച്ച് സ്കോളർ ഈ അടുത്തുള്ള കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്ന് ചെയ്തിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ തിയേറ്റർ പോലും ലൈക്ക് അവരത് നോക്കുന്നുണ്ട്. മനസ്സിലായോ? ഇന്നത്തെ തിയേറ്റർ പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് ആണ് പുതുതലമുറയിലുള്ള തിയേറ്റർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, എന്ത് തീമാണ് അവർ സെലക്ട് ചെയ്യുന്നത്? എന്താണ് ഇവർ ഈ ഫോറിൻ റിസർച്ച് സ്കോളേഴ്സിനെ ഇങ്ങോട്ടേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? അല്ല, അതിപ്പോൾ ഇങ്ങോട്ട് മാത്രമല്ല, പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമ്മളും പോകുന്നുണ്ട്, നമ്മളെ കുട്ടികളും പോകുന്നുണ്ട്, അല്ലെ നമ്മളെ സ്കോളേഴ്സും പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ പോയത് വിസ്കോൺസിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം കാലിഫോർണിയയിലോ ന്യൂയോർക്കിലൊക്കെ ഉള്ള പോലെ ഒരു തിയേറ്റർ കൾച്ചർ അവിടെ ഇല്ല. പക്ഷെ അവിടുത്തെ ഒരു ലൈഫ് ഈസ് ലൈക്ക് ടിപ്പിക്കൽ ദ ഓൾഡ് US ലൈഫ് ഉണ്ട് അവിടെ. പഴയ കാലത്ത് സെറ്റിൽമെന്റിന്റെ ഒക്കെ ചില ഇതുണ്ട്. അപ്പൊ എനിക്ക് അത് പഠിക്കാനായി ഭയങ്കര നന്നായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഡീപ് ബിൽഡേഴ്സിലേക്ക് പോവുക, അങ്ങനെ അതിൻ്റെ ഒരു അഡ്വെഞ്ചർ ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ദ പീപ്പിൾ ആർ ഓൾസോ, കുറച്ച് പേര് മാത്രമേ അവിടെ അങ്ങനെ മലയാളീസും അല്ലെ ഇന്ത്യൻസ് തന്നെ വളരെ കുറച്ചുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു വിസ്കോൺസിൻ. കൂടുതലും അപ്പോൾ എനിക്ക് ദ പീപ്പിൾ ഫ്രം US അവർ തന്നെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. കുറേ കാര്യങ്ങൾ അങ്ങനെ അറിയാൻ പറ്റി അവിടുത്തെ നാടകങ്ങളെ കുറിച്ചിട്ടും. അവിടെ തിയേറ്റർ അത്ര വലിയൊരു ആക്ടീവ് ഡെയിലി തിയേറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഡാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ നല്ല, അവിടെ നിന്നൊക്കെയാണ് ലൈറ്റൊക്കെ ഈ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട്, ഇന്നൊക്കെ നമ്മളിപ്പോഴാണ് ചെയ്തു വരുന്നത്, അത് സോഫ്റ്റ്വെയർ വെച്ച് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ അവിടെ നിന്നാണ് കാണുന്നത്. ഒരിക്കൽ ഒരു പെർഫോമൻസിൽ അതിൽ സ്റ്റേജ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, അവിടെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസ് നോക്കിയിട്ടുണ്ട്, സേഫ്റ്റി നോക്കിയിട്ടുണ്ട്. സേഫ്റ്റിക്ക് ഒരു ആളുണ്ട് അവിടെ. നമ്മളിതുവരെ നമുക്ക് അങ്ങനെ ഇല്ല തിയേറ്ററിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി നോക്കാൻ ഒരാൾ. അവിടെ നമ്മളുടെ ചില ഐഡിയാസ് അവർക്ക് ഭയങ്കര യുണീക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേയിൽ ഭയങ്കര അവർ സെറ്റൊക്കെ ഭയങ്കര ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ വെയർ ഹൗസിലൊക്കെയാണ് അങ്ങനെ അത് കൊണ്ടുവന്ന് ക്രെയിൻ കൊണ്ടുവന്നൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം അവരിങ്ങനെ ഡയറക്ടറെ നോക്കിയിട്ട് പറയും ഇത്ര ഹൈറ്റ് ഉണ്ട്, അപ്പോൾ അതിന് സേഫ്റ്റി ഇഷ്യൂസ്. അപ്പോൾ ആക്ടർ ചോദിക്കുക, ആക്ടർ സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ വാട്ട് ഈസ് മൈ സേഫ്റ്റി കൺസേൺ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരാൾ വരുന്നു, എക്സ്പേർട്ട് വരുന്നു, എന്നിട്ട് അതിൻ്റെ അളവ് ഇത്ര കുറക്കുന്നു, അവിടെ നിന്ന് ചാടാനൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള. സോ ദാറ്റ് വാസ് ലൈക്ക് ന്യൂ തിങ് ഫോർ മീ ലൈക്ക് ഓ മൈ ഗോഡ് ഇങ്ങനെയൊക്കെ ഉണ്ടില്ലേ എന്ന്. പക്ഷെ ചിലത് അവർക്ക് പുതിയതായിരുന്നു. ഇറ്റ് വാസ് എ പ്ലേ സെട്രോസ്കി. ഇറ്റ് വാസ് എ ലവ് ബിറ്റ്വീൻ the most wanted criminal in Europe and the most wanted seductress, the best seductress in Europe. അങ്ങനെയായിരുന്നു ഒരു കോൺക്യുബൈൻ. അപ്പോൾ അപ്പോൾ ഐ സെഡ് ഓക്കെ ഫൈൻ, ഈ സെഡക്ട്രസിൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നു, മേ ബി എ വിപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇയാൾ ഭയങ്കര ജയൻ്റ് ആയിട്ട് ഒരാളാണ് എൻ്റെ ഒരു പ്രൊട്ടഗോണിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ചില അവസരങ്ങൾ ഡയറക്ടർ തന്നിരുന്നു. Work with that, to work with that. So I did crawl. Approach, you're begging with her. Huh? Okay. So I said, why don't you crawl? He was not able to do it. അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുകയും വളരെടുക്കുകയും അങ്ങനെ ക്രൗൾ ചെയ്യാൻ പറയുമ്പോൾ ആകെ പ്രോബ്ലമായി. Then he did it, but that was very, very nice to watch when this gigantic guy crawling to that lady. And you know, so അങ്ങനെ എനിക്ക് അവിടെ അങ്ങനെ രീതിയിലൊക്കെ എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്ലേയിലൊക്കെ. ഈ പറഞ്ഞ പോലെ ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും അവിടെ ചെയ്യുന്നതിൻ്റെയൊക്കെ വ്യത്യാസവും ഒക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഒരുപാട് there's a lot of give and take between cultures, between countries. പക്ഷേ
ഇന്നിപ്പോൾ നമ്മൾ ഒരു നാടകം എന്ന ദൃശ്യമാധ്യമ എത്ര യങ്സ്റ്റേഴ്സ് അതിലേക്ക് പ്രൊഫഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതൊരു തൊഴിൽ എന്ന രീതിയിൽ എത്ര പേരത്, കാരണം അതിൻ്റെ ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം കമേഴ്ഷ്യലി വയബിൾ ആണ് എന്നൊരു വലിയ ചോദ്യം ആണെന്ന് തോന്നുന്നു ഒരു പക്ഷേ യങ്സ്റ്റേഴ്സ് അതിലേക്ക് പോകാത്തത്. അതിനെക്കുറിച്ചൊന്ന് എന്താ സാറിൻ്റെ ഒരു? യങ്സ്റ്റേഴ്സ് നമുക്ക് രണ്ടായിട്ട് കാണാം. തിയേറ്റർ പഠിക്കാത്ത ആൾ അല്ലെങ്കിൽ തിയേറ്റർ ഗ്രാജുവേഷൻ, തിയേറ്റർ പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാത്തതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവർ ഒരുപാട് പേര് തിയേറ്റർ ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് പാഷൻ. ഗെറ്റിംഗ് ദർ ഏർണിംഗ് ഓൾസോ. യൂത്ത് ഫെസ്റ്റിവലിന് ചെയ്യുന്നുണ്ട്, 2 വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. യു കാൺ എക്സ്പെക്ട് ലൈക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എമൗണ്ട് ഒന്നല്ല, ബട്ട് കഫിബട ഐ മീൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഏൺ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഓരോ സ്കൂൾസിലും 2-3 സ്കൂൾസ് ഒരു കൊല്ലം കിട്ടിയാൽ തന്നെ അത്യാവശ്യമാകും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഡ്രാമ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രീലാൻസ് ആയിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്, അല്ലെ മറ്റ് ഫെലോഷിപ്സ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ടീച്ചിങ് ജോബ്സിനാ പോകുന്നവരുണ്ട്, അധ്യാപനമായിട്ട് B.Ed കോളേജിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾസിൽ ചിലപ്പം അപ്പോയിന്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഈ സംഗീതവും നൃത്തവും സംഗീതവും ഒക്കെ ഉള്ളതുപോലെ അതേപോലെ തിയേറ്ററും നാടകം ഒരു ഐച്ഛിക വിഷയമായിട്ട് പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തിയേറ്റർ ഗ്രാജുവേറ്റ്സ് ഇല്ലാത്തൊരവസ്ഥ വരും. അവിടെ അത്രയും സ്കൂളുകളിൽ അപ്പോയിന്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഉണ്ട് ചെറിയ രീതിയിൽ ക്ലസ്റ്റർ 4-5 സ്കൂൾ കൂടിയിട്ട് ഒരാൾ അങ്ങനെ ചില ക്ലസ്റ്റർ സിസ്റ്റത്തിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ B.Ed കോളേജിൽ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനും ഉണ്ട്. അപ്പൊ ഇതിന് സാധ്യതകളും നിരവധിയാണ്. നമ്മൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഞാൻ ഇറങ്ങി എനിക്ക് ആരും വന്ന് ജോലി തരില്ല, എന്നെ ആരും ഒരു ഇതിന് വിളിക്കില്ല, നാടകം ചെയ്യാൻ വിളിക്കില്ല, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്യാൻ വിളിക്കണം എന്നില്ല. അപ്പൊ അതിന് നമ്മളുടേതായ എന്താണോ നമ്മൾക്ക് താല്പര്യം, അതിലെന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് കണ്ടെത്തുകയാണ് വേണ്ടത്. ഇത് ചിലവർക്ക് ലൈറ്റിങ്ങിൽ ആയിരിക്കും, ലൈറ്റിങ്ങിൻ്റെ ലൈറ്റ് ഡിസൈനറായിട്ട് പോകാനായിരിക്കും, ചിലവർക്ക് സൗണ്ട് ഡിസൈനറായിട്ട് പോകാനായിരിക്കും, ചിലവർ ആക്ടറായിട്ട് തന്നെ നിൽക്കും, ചിലവർ ഇതെല്ലാം ചെയ്യും. ഒരു സ്ഥലത്ത് ഒരു ഡയറക്റ്റ് ചെയ്യും പ്ലേ, അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ആക്ട് ചെയ്യാൻ പോകും. അതേപോലെ ഈ പ്രൊഫഷണൽ അതിൽ കമേഴ്ഷ്യൽ തിയേറ്ററുമായിട്ട് ഇപ്പം നമ്മൾ നല്ല ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമ അല്ലെ ഗ്രാജുവേറ്റ്സ് അഭിനയിക്കാൻ പോകുന്നുണ്ട് കമേഴ്ഷ്യൽ തിയേറ്ററിൽ, ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അമേച്ചർ തിയേറ്ററിൽ. സാർ, ഈ കമേഴ്ഷ്യൽ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ നാടകത്തിനെ കാണുന്ന ഒരു 2-3 രീതിയിലാണ്. എന്നെ മേ ബി യു ക്യാൻ കറക്റ്റ് മീ. ഒന്ന്, വളരെ അക്കാഡമിക് ആയിട്ട് തിയേറ്ററിനെ പഠിപ്പിക്കുന്ന ഒരു ഫോർമാറ്റ് ഓഫ് നാടകങ്ങൾ. വേറൊന്ന് വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ട് ചെയ്യുന്ന നാടകങ്ങൾ. അറ്റ് ദ സെയിം ടൈം കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള കുറച്ച് നാടകങ്ങളും. അതുകൂടാതെ ഏതൊക്കെ ഫോർമാറ്റിലുള്ള നാടകങ്ങളാണ് ഇന്ന് വളരെ പോപ്പുലറായി ഇരിക്കുന്നത്, ഏത് ഫോർമാറ്റിലേക്കാണ് ഇന്നത്തെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഓഫ് ആർട്ടിസ്റ്റ് കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഇപ്പം നമ്മൾ തിയേറ്റർ അല്ലെങ്കിൽ നാടകം മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാലമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ചെയ്യുന്നവർ, അവർ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നവരെ, ഡാൻസ് പെർഫോമൻസ് മുമ്പ് ചെയ്ത പോലെയല്ല. അവർ തീംസ് വേറെ എടുത്ത് പുതിയ തീംസ് എടുക്കുന്നത്, പുതിയ സ്റ്റൈലിൽ വർക്ക്, കോസ്റ്റ്യൂംസ് പല രീതിയിലാവണം. അല്ലെങ്കിൽ ആക്ച്വലി ഡാൻസ് അല്ലെങ്കിൽ കോണ്ടംപററി ഡാൻസ് ആയാലും തന്നെ ഡയലോഗ്സ്, ഐ മീൻ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് കോണ്ടംപററി ഡാൻസിൻ്റെ ഇടയിൽ. ദർ ലൈൻസ് ഈവൻ ഭരതനാട്യവും മോഹിനിയാട്ടത്തിൻ്റെ ഇടയിലൊക്കെ തന്നെ അവർ വേറെ പലതും ഉൾപ്പെടുത്തുന്നുണ്ട്, പ്രോപ്പർട്ടി ഉൾപ്പെടുത്തുന്നുണ്ട്, സെറ്റ് ഉൾപ്പെടുത്തിയിട്ട് മോഹിനിയാട്ടം ചെയ്യുന്നുണ്ട്. അപ്പം they are coming to like a melting pot, like they are coming towards theatre. തിരിച്ച് തിയേറ്റർ അവരിലേക്കും പോകുന്നുണ്ട്. സ്റ്റൈലൈസേഷൻ, നോൺ വെർബൽ, അങ്ങനെയുള്ള പെർഫോമൻസുകളും നടക്കുന്നുണ്ട്. സോ തിയേറ്റർ, പ്രൊഫഷണൽ തിയേറ്റർ ഏകദേശം അവർ പ്രൊഫഷണൽ ഇൻ ദ സെൻസ് കമേഴ്ഷ്യൽ തിയേറ്റർ അവർക്ക് അവരുടേതായ ഒരു മെലോഡ്രാമാറ്റിക് സെറ്റ് പാറ്റേൺ ഉണ്ട്. അവരും അതിൽ പലതും മാറുന്നുണ്ട്. കാര്യം ഈ പറഞ്ഞ പോലെ സെറ്റ് ഡിസൈനിങ്ങിലായാലും ലൈറ്റിലായാലും അല്ലെങ്കിൽ മ്യൂസിക്കിലായാലും ആക്ടിങ് സ്റ്റൈലിലായാലും പണ്ട് മൈക്കിന് മുമ്പിൽ വന്ന് പറയാന്ന് പറയാറുണ്ട്. ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സഭാനാടകം തമിഴ്നാട്ടിൽ പറയും. സഭാനാടകം സ്റ്റൈലൊക്കെ ഏകദേശം ഇപ്പം വിട്ടു. അതിനനുസരിച്ചുള്ള നമുക്കുള്ള മൈക്ക് തന്നെ വേറെ പല രീതിയിലും ആയല്ലോ, പല ടെക്നോളജി വരുന്നത് കൊണ്ടിനടിച്ചെന്ന് പ്രൊഫഷണൽ തിയേറ്റർ മാറുന്നുണ്ട്, ക്ലാസിക്കൽ തിയേറ്റർ മാറുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇൻഡിജിനസ് അല്ലെങ്കിൽ നാടൻ കലാരൂപങ്ങൾ, നമ്മുടെ റിച്വൽ രൂപങ്ങളൊക്കെ തന്നെ മാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. അത് സ്വാഭാവികമായ മാറ്റമാണ്. അതേപോലെ
നമ്മൾ എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ഉണ്ട്, അത് നിരന്തരമായിട്ട് അവർ റീച്ച് സം പോയിന്റിൽ എന്ന് പറഞ്ഞാൽ റീച്ചിങ് പോയിന്റ് ഒന്നോ അല്ലെങ്കിൽ ആ നമ്മൾ എക്സ്പെരിമെൻ്റൽ തിയേറ്റർ പല രീതിയിൽ പലവരും ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എത്തുന്നു എന്ന് പറയുന്നതിലായിരിക്കും ചിലപ്പം റിയൽ പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയാവുന്നത്, പ്രൊഫഷണലിസം അച്ചീവ് ചെയ്യുന്നിടത്ത്. അതിന് കൂടെ എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള ദൃശ്യമാധ്യമങ്ങളും വളരെ പോപ്പുലറായി. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു കോവിഡിന് ശേഷം ഇതിൻ്റെ ദർ ഹാസ് ബിൻ എ സർജ് ഇൻ സബ്സ്ക്രൈബിങ് ഇത്തരം ഫോർമാറ്റ്. കാരണം ഒരു 2 വർഷം വീട്ടിലിരുന്ന് ഇതൊക്കെയാണ് നമുക്ക് ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് മീഡിയമായി മാറിയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം നാടകത്തിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഇത്തരം ദൃശ്യമാധ്യമങ്ങൾ, അതായത് ഡിജിറ്റൽ മീഡിയ? ആ ഒരു ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലുള്ള ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ വി ക്യാൻ പോസ് ആൻഡ് വാച്ച്, വി ക്യാൻ ബിഞ്ച് വാച്ച്. ഇപ്പം ഒരു മണിക്കൂർ ഇരുന്ന് നാടകം കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് രണ്ടിനും എക്സ്പെക്റ്റേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഏത് രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ദൃശ്യഭാഷയെ മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് നാടകത്തിന്, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അപ്രോച്ച് ടുവേർഡ്സ് നാടകം ഏത് രീതിയിലാണ് അത് മാറിയിട്ടുള്ളത്? ഓക്കെ, ഇത് ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നൊന്നും പറയാനില്ല. അതേപോലെ OTT ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അത് കുറച്ച് ടൈം എടുക്കും. എത്രത്തോളമാണ് നമ്മളത് നാടകമായിട്ട് എങ്ങനെയാണ് അല്ലെ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് കുറച്ച് ടൈം എടുക്കും. ഞാൻ കൂടുതലും അറ്റൻഷൻ സ്പാന് കുറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. ഞാൻ പറയാം അത്. പിന്നെ ഈ ഡിജിറ്റൽ സ്വഭാവത്തിലേക്ക് നാടകം പണ്ടേ ഉണ്ട് കേട്ടോ. അതേപോലെ നാടകത്തിൽ ഇപ്പം നമ്മളും ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് മൾട്ടിമീഡിയ ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്ത്. പക്ഷെ അതുകൊണ്ട് അതൊരു ഓൾട്ടർനേറ്റ് അല്ല. നാടകം ഇത് ദൃശ്യമാധ്യമത്തിൻ്റെ നമ്മളും വെച്ചിരുന്ന ഒരു മൾട്ടിമീഡിയ പെർഫോമൻസ്. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണോ, അതോടുകൂടി അതിന് ഓഡിയൻസ് കൂടുതൽ വരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. അതൊരു എൻഹാൻസ് ചെയ്യാൻ മാത്രമാണ്, അതിനൊരു പൊലിപ്പിക്കാനുള്ളൊരു മെയിൻ ബോഡി മാത്രമാണ് ഇത്തരം ഡിജിറ്റൽ ടെക്നോളജി തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. സ്ക്രീൻ ടൈമിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു, അത് ശരിയാണ്. അപ്പോഴത്തേക്ക് ഇന്ന് വൈകുന്നേരം ഒരു നാടകം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലർക്കൊരു മടി ഉണ്ടാകും പോകാനായിട്ട്, അത് ശരിയാണ്. അല്ലാതെ ആസ് എ വിഷ്വൽ എസ്തറ്റിക്സ് അല്ലെങ്കിൽ വിഷ്വൽ സെൻസിനൊക്കെ എഫക്റ്റ് ഇല്ല, അത് തിയേറ്ററിൽ നമുക്ക് ഇനിയും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈവ്, ഇറ്റ്സ് ഹ്യൂമൻ ബോഡി ഉള്ള സംഭവമാണ്. അതിനെ കാണുക എന്നുള്ളത് ഒരു വേറെ അനുഭവം തന്നെയാണ്. അത് ഓരോ നാടകങ്ങൾക്ക് നമ്മൾ കാണുന്ന സമയത്ത് ഓരോ നാടകങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ചെയ്ത് അടിയാളപ്രേതം PF മാത്യൂസിൻ്റെ ഒരു നോവല്, അത് ഇറ്റ് വാസ് ഒരു പ്രോസസ്സായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ നാടകം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻ്റെ ഒരു ഡ്രീമിലുള്ള വലിയൊരു ഡയറക്ടോറിയൽ വെഞ്ചർ ചെയ്യാവുന്ന മാത്രമല്ല, കുട്ടികൾക്ക് നാടകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ അംശങ്ങളും അതിൻ്റെ വിപുലമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഇതും കൂടി. എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്, ആക്ടിങ്ങിലുള്ളവർ എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോ ഡയറക്ടറിന് സ്റ്റൈൽ ഉണ്ടാകും. ഞാൻ ചെയ്യുന്ന സ്റ്റൈലായിരിക്കില്ല വേറൊരു എൻ്റെ കൊലീഗ് ചെയ്യുന്നത്. പക്ഷെ ആ സ്റ്റൈലിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കടമയും കൂടിയുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഈ നോവല് ആസ് സച്ച് ഒരു കാര്യം, ഞാൻ മുമ്പൊക്കെ ചെയ്തതിലൊക്കെ ഒരുപാട് പ്ലേ റൈറ്റിനെയൊക്കെ സ്ലോട്ടർ ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയർ ചെയ്യുമ്പോൾ ഷേക്സ്പിയറൊക്കെ ശരിക്കും സ്ലോട്ടർ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അത് എനിക്കതിപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് റിഗ്രറ്റ് എന്ന് പറയാനില്ല, ദാറ്റ്സ് എ സ്റ്റൈൽ. പക്ഷെ എനിക്കതൊരു നോവലായിട്ട് തന്നെ കുട്ടികൾ പഠിക്കുക. എന്നിട്ട് ആ നോവൽ എങ്ങനെ നാടകമാകുന്നു, ആ നാടകമാകുക എന്ന് പറഞ്ഞാൽ നോവലിലെ കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡ്രമാറ്റിക് എലിമെൻറ്റ്സ് മാത്രം എടുത്തിട്ട് അഭിനയിക്കുക എന്നുള്ളതല്ല. ഈ നോവൽ വായിക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീൽ എങ്ങനെയാണോ ഒരു പ്ലേ കാണുമ്പോൾ വരിക, അതായത് ഫ്രം ടെക്സ്റ്റ് ടു സ്റ്റേജ് എന്നുള്ള ഒരു എങ്ങനെയാണ് അതിൻ്റെ മാറ്റം, ഫ്രം പേജ് ടു സ്റ്റേജ്, അതായിരുന്നു എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ്. സോ അങ്ങനെ വന്നപ്പോഴോ 3 ഓഡിയൻസ് ഹൗസ്ഫുള്ളായിട്ട് ഓഡിയൻസ് അത് 3 hours ഷോ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഞാനിത് ചോദിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ ഒരുപാട് മീഡിയം ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് റീൽസ്, അതിലൊക്കെ ഇത്തരം ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്ന ആൾക്കാർ തന്നെ ഒരു പക്ഷേ സിനിമ എടുത്ത് 100 കോടി ക്ലബിൽ വരുന്ന ആ ഒരു സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഹാസ് ആക്ച്വലി ഡെമോക്രറ്റൈസ്ഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. അത്തരം ഒരു ചേഞ്ച് നാടകം എന്ന മാധ്യമത്തിലും വന്നിട്ടുണ്ടോ
എന്നതും കൂടിയാണ് ഒരു ചോദ്യം. വളരെ സ്ലോ ആണ്, പതുക്കെയാണ്, അങ്ങനെ വരുള്ളൂ. വന്നിട്ടില്ല എന്നില്ല അല്ല, പക്ഷെ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരുതരം ലിബേർട്ടി എപ്പോഴും നമ്മൾ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരുന്ന സംഗതി തന്നെ. നമ്മൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളതാണ് ആർട്ടിസ്റ്റുകൾ കൂടുതലും അവരുടെ പെർഫോമൻസിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാലത്തിന് മുമ്പേ നടക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വഴികാട്ടുക എന്നും കൂടി ഒരു അർത്ഥവും അതിലുണ്ട്. തെറ്റായ വഴിയും കാട്ടാട്ടോ, അത് വേറെ വിഷയം. പക്ഷെ വളരെ പതുക്കെയാണ് ആ ഒരു ചേഞ്ച്, വളരെ പതുക്കെ. പക്ഷെ തിയേറ്ററിൽ ഇന്ന് കോണ്ടംപററി തിയേറ്ററിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വൈവിധ്യമായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ പല രീതിയിലുള്ള നാടക പ്രവർത്തനം നടത്തും. നാടക പ്രവർത്തനം എന്ന് പോലും പറയാൻ പറ്റില്ല. ഇപ്പം എന്താ പെർഫോമൻസ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഒക്കെ ഒരു കോൺടെക്സ്റ്റിൽ വരുമ്പം നമ്മൾ തിയേറ്ററിനെ കാണേണ്ട ഒരു അല്ലെങ്കിൽ ഒരു തിയേറ്ററിനെ എങ്ങനെ നമ്മൾ നോക്കണം എന്നുള്ളത് വളരെ വ്യത്യാസമാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് തിയറൈസ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഒരു വെറുതെ പ്ലേ ചെയ്തു പോകുന്ന ഒരുപാട് തിയറീസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല തിയറീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തിയേറ്ററിൽ. അതേപോലെ തന്നെ പുതിയ പുതിയ മേഖലകൾ നാടകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത് വളരെ പെട്ടെന്നുമാണ്. എനിക്ക് കോവിഡ് എന്ന ആ ഒരു 2 വർഷം പലർക്കും പലതും കാണാനും ഉള്ള സമയവും കിട്ടി, ഒരു ക്ലിക്ക് ഓഫ് എ ബട്ടൺ നമുക്ക് അത്തരം എക്സ്പോഷറും കിട്ടി. മമ്മൂട്ടി ഒക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്തൊരു സൗഭാഗ്യമായിരുന്നു 2 വർഷം എനിക്ക് ഇന്റർനാഷണൽ ഫിലിംസ് ആൻഡ് ഇന്ത്യൻ ഫിലിംസ് കാണാൻ. അത്തരം സ്വാധീനങ്ങൾ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള കറേജും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കോവിഡ് വലിയൊരു ഓബ്സ്റ്റക്കിൾ ആയിരുന്നു നാടക പ്രവർത്തകർക്ക്. കാരണം യു ഡോണ്ട് ഹാവ് എ സ്റ്റേജ് ടു പെർഫോം. യു നീഡ്, I'm not saying that stage has to be there for performance. ജയപ്രകാശ് കുളൂർ സാറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എവിടെയാണോ ആ സ്പേസ് ബിക്കംസ് ദ സ്റ്റേജ്. അങ്ങനെയുള്ള നാടകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു വേദി, ഓഡിയൻസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് വളരെ കുറഞ്ഞു കോവിഡിന് ശേഷം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു നാടകത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കോവിഡ് ഏത് രീതിയിലാണ് നമുക്ക് നാടകത്തിനെ മാറ്റിയിട്ടുള്ളത്? അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ, എൻ്റെ അറിവിൽ 1-2 പേര് ഈവൻ കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഒരു ലൈവ്ലിഹുഡ് അങ്ങ് കട്ടായപ്പോൾ. അപ്പോൾ കോവിഡ് ഏത് രീതിയിലാണ് ദൃശ്യ മാധ്യമം എന്ന രീതിയിൽ നാടകത്തെ മാറ്റിയിട്ടുള്ളത്? ആ സമയത്ത് ലോക്ക്ഡൗൺ സമയത്തും അതിന് ശേഷമൊക്കെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇക്കണോമിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. പല നാടക ഗ്രൂപ്പുകൾ ഇല്ലാണ്ടായിട്ടുണ്ട്, പല ഒത്തുചേരലുകളും ഇല്ലാതായി, ഇടങ്ങളില്ലാതായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നതൊക്കെ തരണം ചെയ്തു, നമ്മളടുത്ത ഒരു വേഗത്തിലേക്ക് അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോവിഡ് ഈ പറഞ്ഞ പോലെ എവിടെയോ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ദ വേ വി തിങ്ക് ഓഫ് ലൈഫ് അതുണ്ട്. അപ്പൊ അത് ചില എക്സ്പ്രഷൻസിലുണ്ട്. കോവിഡ് സമയത്തും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നാടകങ്ങളും നാടക മത്സരങ്ങളും ഹൈബ്രിഡ് ആയിട്ടൊക്കെ നാടക മത്സരങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു നാടക ചർച്ചകൾ കൂടുതൽ നടന്നത് പാൻഡമിക് ടൈമാണ്. കാര്യം വെബിനാറുകൾ വന്നു. മറ്റൊരു സെമിനാർ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. സോ വെബിനാറുകൾ വന്ന സമയത്ത് ഒരുപാട് കോളേജുകളാവട്ടെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളാവട്ടെ നാടകത്തിനെ കുറിച്ചുള്ള സെമിനാർ or webinar or classes or discussions ഇതൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. സൂം പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡിലൂടെയോ ഒക്കെ വന്നിട്ടുള്ള നാടകങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു കൺവെൻഷണൽ നാടകങ്ങളെ ഡൈല്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് തനിയെ അതിൻ്റെതായ ഒരു ഫോർമാറ്റ് മാത്രമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ പാൻഡമിക്കിന് മാത്രമല്ല, അതിനു മുമ്പും നമ്മൾ ഒരുപാട് എന്താ പറയുക ഡിജിറ്റൽ വെഞ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഡിജിറ്റലായിട്ട് ഒരുപാട് എക്സ്പെരിമെന്റുകൾ നടന്നിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ തമിഴ്നാട്ടിൽ ഒരു നാടകം, ഒരു ട്രാവലിംഗ് മദ്രാസിൽ നടന്ന, അന്നത്തെ മദ്രാസ് നടന്ന ഒരു ഇതിൽ അവർ ഒരു കുളിക്കുന്ന സീനാണ്. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിലിം പ്രൊജക്ടർ വെച്ചിട്ട് തന്നെ പ്രൊജക്റ്റ്. അത് ആ ക്ലിപ്പ് ആക്ച്വലി ഏതൊരു യൂറോപ്യൻ ലേഡിയുടെ എവിടെ നിന്നോ ഉള്ളൊരു ക്ലിപ്പാണ്. പക്ഷെ അത് വെച്ച് പ്രൊജക്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇത് കാണാനായിട്ട് അന്നത്തെ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്നും മധുരയിൽ നിന്നൊക്കെ ചെന്നൈയിലേക്ക് ഇടേണ്ടി വന്നു. അത്രയും ക്രൗഡ് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം അന്നും പ്രൊജക്ഷൻ ഉപയോഗിച്ചിരുന്നു. പ്രൊജക്ഷൻ പിന്നെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷാഡോ പപ്പട്രി ആക്ച്വലി, അല്ലെങ്കിൽ ഒരു സിൽ ഔട്ട് ഷാഡോസ്, അത് കുറേ നാടകങ്ങളിൽ ആ കാലഘട്ടങ്ങളിലുണ്ട്. പപ്പട്രി അല്ലെങ്കിൽ പോലും നാടകത്തിൽ ഷാഡോസ് യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലൈറ്റിംഗ് ഗോബോ അതുണ്ടായിരുന്നു. ലൈറ്റ് വെച്ച് നമുക്കറിയാം, കുറേ മേഘങ്ങൾ കാണിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഒരു ദൈവം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ തെലുങ്ക് നാടകങ്ങളിലൊക്കെ മിക്കവാറും ആ സമയത്തൊക്കെ അത് കാണാം, സംഗീത നാടകങ്ങളിൽ കാണാൻ പറ്റും. സംഗീത നാടകങ്ങളിൽ തന്നെ ഇന്നത്തെ അങ്ങനെ ശങ്കരാസ്വാമികളൊക്കെ ഉള്ള സമയം ഒരുപാട് ഇത്തരം എക്സ്പെരിമെന്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തുടർന്ന് ഇപ്പം വേറെ രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിജിറ്റൽ ബോർഡിലേക്കോ അല്ലെങ്കിൽ AI-യിലേക്കോ അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റിക്കോ അഗ്മെന്റഡ് റിയാലിറ്റിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഒരു ലാർജ് സ്കെയിൽ നടക്കുന്നതല്ല കേട്ടോ. ഒരാൾ രണ്ടാൾ എവിടെയെങ്കിലും ഇടയ്ക്ക് ചെയ്തെങ്കിലായി. ഞാൻ ചിലർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂസ്ഡ് ലേസർ യൂസ് ചെയ്തിട്ടുണ്ട്, അഗ്മെന്റഡ് റിയാലിറ്റി യൂസ് ചെയ്ത്, ഹോളോഗ്രാം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. പ്രൊജക്ഷൻസ് ഇപ്പോൾ വളരെ കോമൺ ആയി. ഇന്ററാക്റ്റീവ് ആക്ടറും പ്രൊജക്ഷനും തമ്മിൽ, ആക്ടറും അല്ലെ പ്രൊജക്ടറിൽ വരുന്ന ഇമേജ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുക, അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഡിജിറ്റൽ തിയേറ്റർ എന്നുള്ള രീതിയിൽ തന്നെ ഞാനൊരു വർക്ക് ചെയ്തതിൽ ഇറ്റ് വാസ് ലൈക്ക് എ വർക്ക്ഷോപ്പ് പ്രൊഡക്ഷൻ ആയിരുന്നു. അതിൽ 2 സ്ഥലത്താണ് ഒരു കാറാണ് ഉണ്ടാക്കി വെച്ചത്. ഈ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർ വേറെ സ്ഥലത്തായിരിക്കുന്നത്. സോ കുറെ കൊല്ലം മുമ്പായിരുന്നു. അപ്പൊ എനിക്കിത് ഓൺലൈനായിട്ട് പറ്റിയില്ല. കാര്യം ചെറിയ ഡിലേ വരും ഇന്റർനെറ്റിൽ, അന്നത്തെ സ്പീഡിനനുസരിച്ചിട്ട് ചെറിയ ഡിലേ വരുമ്പോൾ അത് നമുക്ക് കൃത്യമാവില്ല. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ വയേർഡായിട്ട് തന്നെ വേറെ ക്യാമറ ഇത് വെച്ചിട്ട് സ്ക്രീനിലും, അത് പുറകിലിരിക്കുന്ന ഒരു സ്ക്രീനിലാണ്. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവില്ല, തൊട്ട് പുറകിൽ തന്നെ അവർ ഇരിക്കുന്നവർ. അപ്പോൾ അത് ആക്ടറും ഒരു ചാലഞ്ചായിരുന്നു. നമ്മൾ ഇങ്ങനെ നോക്കണം, അപ്പോൾ ഇവരെങ്ങനെ നോക്കണം, ഏത് സൈഡിലേക്ക് നോക്കണം, അങ്ങനെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം. സോ ഇന്ററാക്ട് ചെയ്യുന്ന ഇമേജ് ആയിട്ടാണ്. സോ അത്തരം ചില ഡിജിറ്റൽ അത് ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓഡിയൻസും ക്യാമറയായിട്ട് എന്തെങ്കിലും ലൈവായിട്ട് പോവുക, സ്ക്രീനിലേക്ക് വരിക, സ്ക്രീനിൽ നിന്ന് ആളുകൾ സംസാരിക്കുക. പക്ഷെ ഇതൊക്കെ പിന്നെ ഭയങ്കര ക്ലീഷയായി. സാർ ഇപ്പോൾ AI-നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഒരു അധ്യാപകൻ എന്ന നിലയിലും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ സിലബസിൽ ഇൻറ്റഗ്രേറ്റഡ് ആണോ, അതല്ലെങ്കിൽ അത് ഒരു ഓപ്ഷനായി കൊടുത്തതാണോ, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, മൊഡ്യൂളിൽ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ എലക്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ചൂസ് ചെയ്യും. ഇപ്പോഴത്തെ NEP വന്നപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം മാറിയല്ലോ. മൾട്ടിപ്പിൾ എൻട്രി ആയി, എക്സിറ്റ് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് വന്നു, ഇന്റർഡിസിപ്ലിനറി. യെസ്, നമുക്ക് താല്പര്യമുള്ള നമുക്ക് ചൂസ് ചെയ്യാം. സ്റ്റുഡൻസ് എൻട്രിക്കായി, ടീച്ചേഴ്സ് വെറും ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമായി. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. മൂക്ക് എന്തായാലും എടുക്കണം, അപ്പം മൂക്ക് കോഴ്സുകൾ എടുക്കണം. അപ്പം തന്നെ നമുക്ക് തിയേറ്ററിനത് കുറച്ച് നമ്മൾ വളരെ കൺവെൻഷനൽ ആയിട്ട് പഠിപ്പിച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് അതിനിയും കുറച്ച് കാലം പിടിക്കും. എന്തൊക്കെ ഇനി പിന്നായിട്ട് കരിക്കുലത്തിൽ മാറ്റം വരുത്തണം എന്നൊക്കെ. AI തനിയെ ഉണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേറെ ആളുകൾ വെച്ച് നമ്മൾ പഠിപ്പിക്കുക ചെയ്യുന്നു, ഗസ്റ്റ് വെച്ചിട്ട് പഠിപ്പിക്കുക ചെയ്യും. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളെ കുറിച്ചൊരു ഓവർവ്യൂ ഒന്ന്. കോഴ്സ് മുമ്പ് ഉണ്ടായിരുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ട്, ദാറ്റ് ഇസ് BTA, ബാച്ചിലർ ഓഫ് തിയേറ്റർ ആർട്സ്, മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സ്, MA മ്യൂസിക്. പിന്നെ MPhil മുമ്പ് ഉണ്ടായിരുന്നു, അത് ഇല്ല. പിന്നെ റിസർച്ച് ഡിഗ്രി, PhD, ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ NEP ഒക്കെ വന്ന ശേഷം ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. അപ്പം നമുക്ക് IMTA, ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സ്, അതൊരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ചില ബാച്ചസ് ഉണ്ട് ഇങ്ങനെ. കാര്യം ഇവർ ഫസ്റ്റ് ഇയർ ആവും, ഇവർ 5th ഇയർ ആവുന്നവരെ മറ്റേവരുണ്ടാവും, BTA-കാരുണ്ടാവും, MTA-കാരും ഉണ്ടാവും. കൊല്ലം MT എടുത്തിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇന്ന് ഇപ്പോൾ ക്ലാസ് റൂമിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടുന്ന അസൈൻമെൻറ്റ്സ് പലപ്പോഴും ChatGPT ജനറേറ്റഡ് ആണ്. അതിലൊരു ഹ്യൂമൻ എലമെൻ്റ് എന്ന് പറയുന്നത് വളരെ 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 കുറവായിട്ടാണ് എനിക്ക് ഒരു ആദ്യ വായനയിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇന്നലെ ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. അതിനകത്ത് പബ്ലിഷേഴ്സ് ഇനി മുതൽ ദിസ് ഇസ് ഹ്യൂമൻ റിട്ടൺ ആൻഡ് ദി അതർ വൺ ഇസ് മെഷീൻ റിട്ടൺ അല്ലെങ്കിൽ AI റിട്ടൺ എന്ന് പ്രിന്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപനത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ കുട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇന്ന് വന്നിട്ടുള്ള AI അല്ലെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോം എത്രത്തോളം ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിനെ ഇറ്റ് ഹാസ് സ്ലോട്ടഡ് ദി ക്രിയേറ്റിവിറ്റി ഇൻഹെറൻറ്റ് ഇൻ പീപ്പിൾ?
ഓക്കെ, ക്രിയേറ്റീവ് വരുന്നവർ എല്ലാവരും, ഇപ്പം ജോയിൻ ചെയ്യാൻ വരുന്നവർ, സെലക്ഷനിൽ കിട്ടുന്നവരെല്ലാവരും തന്നെ, ചിലർ ഫിലിം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ. ഫിലിമിൽ കയറാനാണ് ഇവിടെ ചെറിയ 2-3 കോഴ്സുകളേ ഉള്ളൂ ഇവിടെ ഫിലിമിനെ കുറിച്ചിട്ട്. അപ്പം പക്ഷെ അതിൽ അങ്ങനെ അഭിനയം പഠിക്കണം എന്ന് പറഞ്ഞ്, തിയേറ്റർ എന്ന് പറഞ്ഞ കാര്യമായിട്ട് വേറെ ഒന്നും അറിയില്ല, അഭിനയം മാത്രമാണെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നവരുണ്ട്. അല്ലാതെ തിയേറ്റർ ഭയങ്കര പാഷനേറ്റായിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഒന്നും അല്ലാണ്ട് കറങ്ങി തിരിഞ്ഞിട്ട് വന്നിട്ട് സെലക്ഷൻ കിട്ടി പോകുന്നവരുണ്ട്. പക്ഷെ ഇവരൊക്കെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും ഭയങ്കര സീരിയസ് ആയി ക്രിയേറ്റീവ്, നമ്മൾ ആലോചിക്കാത്ത ആളൊക്കെ ഭയങ്കര പെട്ടെന്ന് ഭയങ്കര ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അറിയാം. പക്ഷേ അധ്യാപന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ക്രീൻ ടൈം കൂടിയത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, റീഡിങ് കുറവാണ്, റിഫ്ലക്ഷൻ റീഡിങ് കുറവാണ്. പിന്നെ ഈ പറഞ്ഞ ChatGPT ഉപയോഗം കുറച്ച് കുറവാണ് അവിടെ, അസൈൻമെന്റ് സബ്മിഷനൊക്കെ എന്നാലും ഉണ്ട്. അത് ചില കാര്യങ്ങൾ നല്ലതാണ്, ഇപ്പോൾ ഡിസൈൻ ചെയ്ത് നന്നായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ റിട്ടേൺ കണ്ടന്റ്, റിട്ടേൺ ടെക്സ്റ്റിനൊക്കെ വേണ്ടി, അസൈൻമെന്റിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കുറവാണ്. കാരണം നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ലാംഗ്വേജിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉള്ളവരൊക്കെ പ്രത്യേകിച്ച്, സോ അതുകൊണ്ട് പെട്ടെന്ന് അവർ ഇംഗ്ലീഷൊക്കെ നന്നാവുകയും അപ്പോൾ അത് കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ ആയിട്ടില്ല എൻ്റെ ഒരു ഉപയോഗം, അങ്ങനെ ഡ്രാമ സ്കൂളിൽ അങ്ങനെ ആയിട്ടില്ല, വരുന്നു എന്ന് പറയാനായിട്ടില്ല. ക്രിയേറ്റിവിറ്റിയുടെ യെസ് ഡിപ്പെൻസ്, ലൈക്ക് മൊത്തം അങ്ങനെ കുറഞ്ഞോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ദേ ഡു മിറക്കിൾസ് ഓൾസോ, നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അഗെയിൻ ലൈഫിലുള്ള പോലെ തന്നെയാണ് അവിടെയുള്ളത്, ഇറ്റ്സ് രണ്ടുമുണ്ട്. പക്ഷെ പൊതുവേ എനിക്ക് തോന്നുന്ന റീഡിങ് ഹാബിറ്റ്സ് കുറഞ്ഞതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ഈവൺ ഒരു വലിയൊരു വീഡിയോ കണ്ടിരിക്കാൻ, ഇപ്പം ഈ ഇന്റർവ്യൂ എനിക്കറിയില്ല എത്ര സമയം ഉണ്ടെന്ന്, 1 hour കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അറ്റൻഷൻ, അതെ, അപ്പൊ തന്നെ അവർക്ക് അടുത്തയിലേക്ക് സ്കിപ്പ് ആവണം. അത് ആ ഒരു വിഷയമുണ്ട്. അത് ഈ കരിക്കുലത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ. കാരണം നമുക്ക് ഒരു സബ്ജക്റ്റിൽ വളരെ ഡീപ്പായിട്ട് പോയിട്ട് എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ള അതിൻ്റെ ടൈമും അതിൻ്റെ പിന്നെ മൊഡ്യൂളിലേക്ക് ഇറങ്ങാൻ പറ്റാണ്ട്, കാര്യം ഒരുപാട് ചോയ്സസ് ആണ്. നമുക്കൊരു സദ്യയിൽ കുറേ സംഗതികൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ല, എല്ലാം കൂടി ഇങ്ങനെ കുറച്ച് കഴിക്കാന്നുള്ളത്. അപ്പം അത് ഏത് വേണം എന്നുള്ളത് അഗൈൻ ദ സ്റ്റുഡൻറ് ഹാവ് ടു ഡിസൈഡ്. മീഡിയ സ്റ്റഡീസ് സ്റ്റുഡൻറ്, അതല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമം തിരഞ്ഞെടുക്കുന്ന ഫോർ ഹയർ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻറ് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് വാട്ട് നെക്സ്റ്റ്. ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഒരു ആഗ്രഹം ഒരു വളരെ ഫീസിബിൾ ആയിട്ടുള്ള വയബിൾ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ അത്തരം സാധ്യതകൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഉണ്ട്? ഏത് തരത്തിലുള്ള പ്രൊഫഷനിലേക്കാണ് നമ്മുടെ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുട്ടികൾ പോകുന്നത്? സാർ നേരത്തെ പറഞ്ഞു അധ്യാപനം ഒരു വയബിൾ മീഡിയ ആണ്, പലരും പ്രൊഡക്ഷൻ, ലൈറ്റിംഗ് അല്ലെങ്കിൽ ഓരോരോ വെർട്ടിക്കൽസിലേക്ക് പോകുന്നു. അതല്ലാതെ ഏതൊക്കെ ജോലിയിലേക്കാണ് ഇവർ എത്തിപ്പെടുന്നത്? ഈ കാലത്ത് സംസാരിക്കുമ്പോൾ മുമ്പാണെങ്കിൽ നമുക്കത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മുടെ കോഴ്സ് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പ്ലേസ്മെന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കണം, പ്ലേസ്മെന്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ പ്ലേസ്ഡ് ആവണം, എങ്ങനെ ഫണ്ട് റേസ് ചെയ്യണം, ഏതൊക്കെ മേഖലകളിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു രൂപരേഖ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. കൃത്യമായിട്ട് ഒഫീഷ്യലി അങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ കൂടി പ്രൊഫഷണൽ കോഴ്സാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ഒരാൾക്കോ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ച ഒരാൾക്കോ ഒരു 20 പേര് പഠിക്കുന്നു വെച്ചോ, എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എത്ര പേര് ഹിസ്റ്ററി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ എന്തായാലും തിയേറ്റർ പഠിച്ചവർക്ക് they are getting jobs. They paid well, I can't say, but yes, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലവർ ദേ വാനിഷ്. നമ്മളിവിടെ നല്ല സ്റ്റുഡൻറ്റ്, നല്ല മാർക്ക് വാങ്ങിച്ച സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നല്ല ആക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നല്ല ഡയറക്ടർ ആയിരിക്കാം. പക്ഷെ പുറമെ ചിലപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇത്രത്തോളം ഷൈൻ ചെയ്യുക, ഇത് ഒന്നുമല്ലാത്തൊരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പം, ഒരു മിഡിൽ ഇതിൽ നിൽക്കുന്ന സ്റ്റുഡൻറ്റ് ചിലപ്പം ഏതെങ്കിലും നമ്മൾ ആലോചിക്കാത്തൊരു ഫീൽഡിലായിരിക്കും ചിലപ്പോൾ തിളങ്ങുന്നത്. അപ്പം നമ്മൾ പിന്നീട് നമ്മൾ മനസ്സിലാവും ഇയാൾ ഈ ഒരു ടാലൻറ്റ് ഉണ്ടായിരുന്നു ഇല്ലേ എന്നങ്ങനെ പിന്നീട് മനസ്സിലാക്കുന്നവർ അങ്ങനെയുണ്ട്. അങ്ങനെ സംഭവിക്കാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. അതാണ് ഇൻഡിവിജ്വൽ നീഡ് ടു ഫൈൻഡ് ഔട്ട്, വീൽ ഗൈഡ് ദം. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഓഫ് കോഴ്സ് തിയേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ
വെരി റിഫൈൻഡ് ഫോർമാറ്റ് ഓഫ് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ സാറ് ചെയ്യുന്ന നാടകങ്ങൾക്ക് സാറിൻ്റെതായ ഒരു സിഗ്നേച്ചർ, ഒരു ഐഡൻറ്റിറ്റി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ എത്രത്തോളം ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇന്നുണ്ട്? കാരണം ഇത് ഞാൻ ചോദിക്കാൻ കാരണം ഒരുപാട് പല രീതിയിലുള്ള സെൻസർഷിപ്പ്, ഇന്ന കോണ്ടെക്സ്റ്റിൽ നാടകങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഐഡിയോളജിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള പോപ്പുലർ നെറേറ്റീവ്സിനെ ചലഞ്ച് ചെയ്യാൻ പാടില്ല. അത്തരം പ്രഷർ അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദങ്ങൾ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നില്ലേ ഇന്നത്തെ? കുറേശ്ശെയൊക്കെ ചിലപ്പോൾ ഒരുപാടൊക്കെ എന്ന് പറയാൻ സാധിക്കും. നമ്മൾ വളരെയധികം ലിബർട്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അത് ചില സമയങ്ങൾ അതാണ് പലപ്പോഴും പല പ്ലേകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ചില പ്ലേ റൈറ്റ്സ് എഴുതിയ ചിലപ്പോൾ റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സെൻസർഷിപ്പ് അങ്ങനെ ഒരു സെൻസർ ബോർഡ് എന്നുള്ള രീതിയിലെങ്കിലും പെർഫോമൻസ് ആക്റ്റൊക്കെ ഉണ്ട് നമുക്ക് പുതിയതായിട്ട് അമെൻഡ് ചെയ്തൊക്കെ സെൻസർ. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് ചില്ലറ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും പെർഫോം ചെയ്യുന്ന സമയത്ത് ഇന്നത് പാടില്ല അല്ലെങ്കിൽ ഇന്നത് പാടില്ല, നമുക്ക് ചിലത് ഓപ്പൺ. ഞാനൊരു സൗണ്ട് ക്ലിപ്പിംഗ് ഉപയോഗിച്ചിരുന്നു എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പ്ലേയിൽ. പക്ഷേ അത് ഒറിജിനൽ അബൌട്ട് സം ബിഗ് പേഴ്സൺ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. സോ അത് പക്ഷേ ഒരു സ്ഥലത്ത് കളിച്ചു, 2 സ്ഥലത്ത് കളിച്ചു, 3 സ്ഥലത്ത് കളിച്ചു, കുഴപ്പമുണ്ടായില്ല. ഒരു സ്ഥലത്ത് കളിച്ച സമയത്ത് the particular party was having a meeting to like stop the play and maybe handle us in a different way. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയെന്നുള്ളൂ. ഇതുകൂടാതെ ഈ കോണ്ടെമ്പററി ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്, ഇപ്പം ജെൻഡർ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്, അതും അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസ്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം നാടകങ്ങൾ, അതായത് വളരെ സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റ് ആവാതെ സൊസൈറ്റിയുടെ മാർജിനലൈസ്ഡ് സൊസൈറ്റിയുടെ വിഷയങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയും കൊണ്ടുള്ള എത്ര നാടകങ്ങൾ ഇന്ന് പോപ്പുലറാണ്. കാരണം എൻ്റെയൊക്കെ അറിവിൽ എനിക്ക് തോന്നുന്നു മലയാള ദൃശ്യമാധ്യമത്തിൽ പ്രത്യേകിച്ച് നാടകത്തിൽ ഒരു കാലത്ത് ഇത്തരം വിഷയങ്ങൾ മാത്രമായിരുന്നു. പലപ്പോഴും ഒരു സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ കൂടെ ഭാഗമായിരുന്നു നാടക ഗാനങ്ങൾ. അപ്പോൾ ഇന്ന് എത്രത്തോളം ആ രീതിയിലുള്ള ഇടപെടൽ? എനിക്ക് തോന്നുന്നു അന്നത്തെ പോലത്തെ അങ്ങനെ ഒരു പോപ്പുലർ അല്ലെങ്കിൽ കൂടി ഇപ്പോഴും നമ്മുടെ കരിക്കുലത്തിലുണ്ട് കേട്ടോ. ഓക്കെ, വിമൻ തിയേറ്റർ അല്ലെങ്കിൽ ജെൻഡർ ആൻഡ് തിയേറ്റർ. ഇപ്പം വിമൻ ആൻഡ് തിയേറ്റർ ആയിരുന്നു മുമ്പ്. ഇപ്പം നമ്മൾ ജെൻഡർ ആൻഡ് തിയേറ്റർ, തേർഡ് ജെൻഡർ ഇവിടെയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ജെൻഡർ ആൻഡ് തിയേറ്റർ ഉണ്ട്, ദളിത് തിയേറ്റർ ഉണ്ട്. എല്ലാം ഇറ്റ്സ് ദെയർ ഇൻ ദ മൊഡ്യൂൾ. പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ, അതേപോലെ ചെയ്യുന്നുണ്ട് കുട്ടികൾ. ആൻഡ് പെട്ടെന്ന് നമുക്കൊരു തീം എടുക്കണമെന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ട് ടു ഡു എന്ന് പറയുമ്പോൾ ഈ മാർജിനലൈസ്ഡ് ആളുകളുടെ തന്നെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തിയേറ്ററിലേക്ക് തന്നെയാണ് കൂടുതലും പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് കൂടുതലാണ്. ട്രാൻസ്ജെൻഡർ തിയേറ്റർ, LGBT തിയേറ്റർ, ഇതൊക്കെ കൂടുതലായിട്ട് ചെയ്തു വരുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ആ പോപ്പുലാരിറ്റി ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്, ദാറ്റ് ഹിസ്റ്ററി ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ഇത്തരം ഒരുപാട് നാടകങ്ങളും വരുന്നുണ്ട്. അല്ലെങ്കിൽ നാടകങ്ങളല്ലാണ്ട് വേറെ രീതിയിലുള്ള ചർച്ചകളോ വർക്ക്ഷോപ്പോ ആ രീതിയിലൊക്കെ തന്നെ അതിനൊരു നല്ലൊരു ബൂമുണ്ട് ആക്ച്വലി. അപ്പം നാടക എന്ന അല്ലെങ്കിൽ ആ ഒരു ദൃശ്യമാധ്യമത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം അത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വുഡ് ദാറ്റ് ബി പോളിസി റിലേറ്റഡ് മാറ്റങ്ങൾ, അതല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി റിലേറ്റഡ്, അതും അല്ലെങ്കിൽ ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണോ, അതുമല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ മാറ്റം? ഏത് രീതിയിലുള്ള ഒരു സ്ട്രക്ചറൽ മാറ്റമാണ്, അല്ലെങ്കിൽ എന്ത് മാറേണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത് നാടകത്തിൽ, എന്ത് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ല, പോളിസിയിൽ മാറ്റം വരുത്താനായിട്ട് അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശ്രമിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു കുറച്ചു കാലമേ ആയിട്ടുള്ളൂ സ്റ്റേറ്റ് ഗവൺമെൻറ് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പല ആർട്ടിസ്റ്റുകളെയും കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ള ആളുകളെയും സാംസ്കാരിക നായന്മാരെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് എന്താണ് പോളിസിയിൽ മാറ്റം വരുത്താനുള്ളത് അത് എഴുതി കൊടുക്കുകയും അത് പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ പലപ്പോഴും പലരും ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ സ്റ്റേറ്റ് ഇടപെടുന്നുണ്ട് ഇങ്ങനെ, അപ്പം അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ പലപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പേസ് ഇല്ല എന്നുള്ളത് വലിയൊരു ഇഷ്യൂവാണ്. പെർഫോം ചെയ്യാൻ നല്ലൊരു ഓഡിറ്റോറിയങ്ങളില്ല.
നല്ല റിഹേഴ്സൽ സ്പേസ് ഇല്ല. അപ്പം ഓരോ ഗ്രാമങ്ങളിലും പണ്ട് വായനശാലകളൊക്കെ ഉപയോഗിച്ചിരുന്നു, ഓരോ ക്ലബ്ബുകളുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഇതില്ല. പക്ഷെ നമുക്കിന്നിപ്പോൾ ഓരോ ഗ്രാമങ്ങളിലും ഒരു റിഹേഴ്സൽ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത് നാടകത്തിന് മാത്രം ആവണമെന്നില്ല. നാടകത്തിനാവാം, ഡാൻസിനാവാം, ഒരു ചർച്ചകൾക്കാവാം, പെയിന്റിങ് എക്സിബിഷൻ നടത്താനാവാം. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു പോളിസി മേക്കിങ്ങിൽ തന്നെ വരണം, ബജറ്റിൽ വരണം. അങ്ങനെ ഒരു സംഗതി. അതേപോലെ തന്നെയാണ് വലിയ AC എയർ കണ്ടീഷൻഡ് ഫുൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഓഡിറ്റോറിയങ്ങൾ, അല്ലെ ബ്ലാക്ക് ബോക്സുകൾ, അല്ലെ ഓപ്പൺ എയർ തിയേറ്ററുകൾ. ഇന്ന് പലപ്പോഴും പണിയുന്ന ഓപ്പൺ എയർ തിയേറ്റർ ഭയങ്കര ഫണ്ണിയാണ്. പൊളിറ്റിക്കൽ സ്പീച്ചസ് നടത്താൻ മാത്രമേ പറ്റുള്ളൂ. കാര്യം അവർ അരീന എന്നൊക്കെ പറഞ്ഞിട്ട് പണിതൊക്കെ വെച്ചിട്ടുള്ളത് ജസ്റ്റ് കാഴ്ചക്കൊരു ഭംഗി മാത്രമേ ഉള്ളൂ. അതൊരു അവിടെ ഒരു പെർഫോമൻസ് നടത്താൻ പറ്റാറില്ല. സോ ആ രീതിയിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അന്നൊക്കെ വന്നത്. പിന്നെ പേട്രണേജ് എപ്പോഴും വേണം നമുക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് സസ്റ്റെയിൻഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു പേട്രണേജ് ഉണ്ടാവാറുണ്ട്. സംഗീത നാടകമൊക്കെ അതിൻ്റെ ഒരു നോഡൽ ഏജൻസി ആയിട്ട് അത്രയൊരു പേട്രണേജ് ഉണ്ടാവാറുണ്ട്. സാറിൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്ട്സുകളെ കുറിച്ച് എന്തെങ്കിലും, അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് യു ആർ പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ? ഓക്കെ, ഞാൻ ഇപ്പോൾ മേജറായിട്ടുള്ള വലിയ പ്രൊജക്ട്സുകൾ തുടങ്ങുമ്പോൾ നമുക്ക് പുറമേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു സമയം വെക്കേഷനാണ്. നമ്മൾ ഡ്രാമ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയിട്ട് 1 മാസമോ 2 മാസമോ ഒക്കെ നിന്നിട്ട് പ്ലേ പുറത്ത് ചെയ്തിട്ട് കുറച്ച് ഇറ്റ്സ് ഇമ്പോസിബിൾ. ചെറിയ ചെറിയ വർക്ക്ഷോപ്സ് എടുക്കാം, ക്ലാസ് എടുക്കാം. ചെറിയ പ്രൊജക്റ്റുകളാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. ഇപ്പം പുതിയൊരു ഏരിയ ആണ് പെർഫോമൻസ് ആർട്ട്. പെർഫോമിംഗ് ആർട്ട് അല്ല കേട്ടോ, പെർഫോമൻസ് ആർട്ട്. പെർഫോമൻസ് ആർട്ട് ആക്ച്വലി ആർട്ടിസ്റ്റുകൾ തുടങ്ങിയതാണ്. ഗാലറിയിൽ ചിത്രകാരന്മാരും അല്ലെങ്കിൽ സ്കൾപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങിയതാണ്. അവരൊരു എന്താ പറയുക, എൻ എക്സ്റ്റൻഷൻ ഓഫ് ദെയർ വർക്ക് എന്നുള്ള രീതിയിൽ. അത് ചില റിലീഫ് വർക്കുകൾ വന്നു. ഇപ്പോൾ ഒരു പെയിന്റിംഗ് ഉണ്ട്, ഇപ്പോൾ കൈ ഉണ്ടെങ്കിൽ ഒരു കൈ ഇങ്ങനെ ദിസ് എ പെയിന്റിംഗ് ആൻഡ് ദെൻ ദിസ് എ സ്കൾപ്ചർ, അങ്ങനെ ചെറിയ ചെറിയ ഇത് വന്നു. ചില എന്താ പറയുക ഇൻസ്റ്റലേഷൻസ് വന്നു. ഇത് അവരുടെ തന്നെ സ്റ്റുഡിയോയിൽ അതിൻ്റെ കൂടെ ഒരു സ്ക്രീനും അതിൽ പ്രൊജക്ഷൻ വന്നു. അവിടെ ഒരു പിന്നെ ഒരു ഹ്യൂമൻ എലിമെന്റ് ആഡ് ചെയ്യാണ്. സോ മേ ബി ഇത് ആർട്ടിസ്റ്റ് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നതായിട്ട് ആർട്ടിസ്റ്റ് ഇന്ററാക്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പെയിന്റിങ്ങിനെ തന്നെ കളിയാക്കുമായിരിക്കും ആർട്ടിസ്റ്റ് സ്വയം വരച്ച സംഗതിയെ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതായിരിക്കും, ഒരു പോയട്രി വായിക്കുന്നതായിരിക്കും, റിലേറ്റഡ്. ഓക്കെ, സോ ആ രീതിയിൽ വന്നു. പിന്നീട് ആക്ടേഴ്സ് തന്നെ ഏകദേശം വെസ്റ്റിലൊക്കെ 1960s തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു 90s കഴിഞ്ഞിട്ട് 2000 ശേഷമാണ് ഇവിടെ വരുന്നത് ഇന്ത്യയിൽ. ആൻഡ് നൗ ഇറ്റ് ഇസ് ബീൻ ലൈക്ക് പോപ്പുലറായിട്ട്. അതിൻ്റെ ഒരു മറിയാനോ അബ്രമോവിച്ച് എന്ന് പറഞ്ഞവരിപ്പം ബിനാലയിലേക്ക് വന്നിരുന്നു. ഇപ്പം അവരുടെ സ്റ്റൈലാണ് അവർ പഠിപ്പിച്ച മെത്തേഡാണ് പഠിപ്പിച്ചത്. പക്ഷേ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഭയങ്കര ഒരു വലിയൊരു ഏരിയ ആണത്. വേർ യു ക്യാൻ എക്സ്പീരിയൻസ്, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൗ ടു ഡു സ്മോൾ പെർഫോമൻസസ് or small solo performances. Non-linear ആണ്, ഇമേഴ്സീവ് ആണ്, ഓഡിയൻസ് ക്യാൻ ഇൻറ്ററാക്ട്. അതേപോലെ അതിൻ്റെ സ്പേസ് നമുക്ക് ദ എൻറ്റയർ ചൈനീസ് വാൾ യൂസ് ചെയ്തിട്ടാണ് അബ്രമോവിച്ച് ചെയ്തിട്ടുള്ളത്. എൻറ്റയർ 2 എൻഡിൽ നിന്ന് ഒരു പാർട്ട്ണറുമായിട്ട് വന്നിട്ട് അവർ പിരിയുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ 3 സ്പേസ് എടുക്കാം, ചെറിയൊരു കുഞ്ഞ് സ്പേസ് എടുക്കണം. ആ രീതിയിലൊക്കെ പെർഫോമൻസ് ആയിട്ട് ഞാൻ കുറച്ച് പെർഫോമൻസ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഞാൻ ആർട്ട് ഗാലറി ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ആർട്ട് ഗാലറിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എക്സിബിഷൻ ദറ്റ് വാസ് ഓൺ ആസിഡ് വിക്ടിംസിനെ കുറിച്ച് പെയിന്റിങ് അല്ല, ആക്ച്വലി ചാർക്കോൾ സ്കെച്ചാണ്. അത് ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അപ്പോൾ ആൾ റിയൽ ആളുകളെയാണ് വരച്ചിട്ടുള്ളത്, ആസിഡ് വിക്ടിംസിനെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഡിപ്പിക്ട് ചെയ്യുമ്പോൾ റിയൽ ലൈൻസ് എടുക്കണം. ഈ വരച്ചതിന് നമ്മൾ ശബ്ദം കൊടുക്കണമല്ലോ. സോ ആ ഡോക്യുമെൻ്ററിയിലുള്ള ആളുകൾ പറഞ്ഞിട്ടിടുന്ന അതേ ലൈൻസ് എടുത്തത്. എന്നിട്ട് ഐ പ്ലേസ്ഡ് ആക്ടേഴ്സ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ പല സ്ഥലത്തും പ്ലേസ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഒരാൾ മേക്കപ്പ് ഇടുന്നതായിരിക്കും, ഒരാൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഓഡിയൻസ് ഇതിങ്ങനെ നേരെ കാണുന്നത് ഒരു ആക്ടറെയാണ്. സോ ഈ ഒരു മീഡിയേഷൻ ഭയങ്കര ഇതായിരുന്നു. ഈ ഇൻ്റർമീഡിയറ്റ് തിങ്സ് ഭയങ്കര ഇതായിരുന്നു. ചെറിയൊരു മ്യൂസിക്കൊക്കെ ഓടുന്നുണ്ട്. അത് ആർട്ട് കാണാൻ വരുന്നവർക്ക് പെട്ടെന്നൊരു പുതുമയുമായിരുന്നത്. ഇതെന്ത് ഇവരിങ്ങനെ ഇവിടെ ചെയ്യണത്, എന്തൊരു ഡിസ്റ്റർബൻസ് പോലെയൊക്കെ അപ്പോൾ ആദ്യം തോന്നി. പിന്നെയാണ് ഇത് സ്റ്റാർട്ടഡ്. അതിൽ ചില ആളുകൾ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയും കരയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ ലൈക്ക് കുറേ സമയം നോക്കിയിരിക്കുക. കാരണം ഇത് ഒരു ഏകദേശം 1.5 hours ഇവർ ഒരേ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്.
പിന്നെ ഒരു പെർഫോമൻസ് ഞാൻ കോട്ടയത്തൊരു ആർട്ട് ഗാലറി ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ തന്നെയാണ് ഒരു പെയിൻറ്റിങ് കണ്ടിട്ട് ചെറിയൊരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ആ പെയിൻറ്റിങ്സും എല്ലാം കണ്ടിട്ട് ഒരു ചെറിയ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ചെറിയ ചെറിയ പ്രോപ്പർട്ടീസൊക്കെ കൊണ്ടുപോയി സോ അതൊക്കെ വെച്ച് ഇംപ്രൊവൈസ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റമാസ്കൂളിൽ ചെയ്തിട്ടുണ്ട് 1-2 അവിടെ ചെയ്ത്. ചിലത് ഫെയിലിയർ ആവുകയും ചെയ്യും കേട്ടോ, ലൈക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഓഡിയൻസ് പെർസീവ് ചെയ്യുന്നത്. യെസ് യെസ് യെസ്. കാര്യം ഒന്നാമത്തെ പുതിയ ഒരു സംഭവം, ഞാനൊരു ബ്ലൈൻഡ് പ്രോഫറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ചെയ്തു. അപ്പോൾ ഞാൻ അതിനൊരു ഓഷോയുടെ മെഡിറ്റേഷൻ ടെക്നീക്സ് ഒക്കെ ഉപയോഗിച്ചു, കുറച്ച് സൂഫി ഡാൻസ് ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ഐ ആം ലൈക്ക് ഗോഡ് മാൻ. പക്ഷെ അതിൽ ഞാൻ ഉപയോഗിച്ച ടെക്നിക്സ് തെയ്യത്തിൻ്റെ ട്രാൻസ് ആവുന്നതിൻ്റെ ഒരു ടെക്നിക്സാണ് ഞാൻ ഉപയോഗിച്ചത്. അവിടെ ചിലർ പറഞ്ഞ ഫേസിൽ കാണാനുണ്ടായിരുന്നു യു ആർ ബിക്കമിങ് സംതിങ് എൽസ്. എൻ്റെ ചെവിയിൽ വന്നിട്ട് അവർക്ക് പ്രോബ്ലംസ് പറയാം, ക്യൂ ആയി ആളുകൾ ചെവിയിൽ വന്നിട്ട് ദേ ടെലിംഗ് സംതിങ്, then I give some small gift, toffee or something, and then can go. This is the performance. And I had some 2 assistants to manage. കാരണം ഞാൻ ബ്ലൈൻഡ് ആണ്, എനിക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, സോ ആരും കാണാൻ പറ്റില്ല. സോ ഇതിൽ ചിലവർ വളരെ റിയൽ ആയിട്ടൊക്കെ വന്നു കാര്യങ്ങൾ പറഞ്ഞു. ചിലർ ഇറ്റ്സ് ഫോർ ഫൺ, ചിലർ വളരെ സീരിയസ് ആയിട്ട് ദേ വാണ്ടഡ് ടു ടെൽ സംതിങ് നോട്ട് ടു സംബഡി. ലൈക്ക് ഞാൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല, സോ അവർക്ക് അത് ചിലർക്ക് എഴുതി വേണമെങ്കിൽ ഇടാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനിടയിൽ പക്ഷെ അത് വേറെ ആളുകൾ പാട്ടൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ പോയതുകൊണ്ട് അത്